Good evening. Good evening, ma'am. Good evening. Okay, അപ്പൊ ദീപ്തി വേറെ ആരുമില്ല? ദീപ്തി ഭാവന. മാം മറ്റേ പേപ്പർ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടെ. ഓക്കെ കാണിക്കാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ആൽഫ. ഓക്കെ ആൽഫ, പ്രയറിന് റെഡി ആണോ? ഓക്കെ മാം, ഒരു മിനിറ്റ്. മാം പ്രയർ കഴിഞ്ഞിട്ട് മതിയോ? മതി, നമുക്ക് ഡിസ്കഷൻ ടൈമിൽ നോക്കാം. ഓക്കെ ദീപ്തി. മാം. ഓക്കെ റെഡി. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study. Help our facilitator and help our friends. Night moon come and make mind fresh. Thank you God for making us a wonderful creature in this world. ഓക്കെ ആൽഫ, വെരി ഗുഡ്. നന്നായിരുന്നു, നല്ല പ്രയർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ജോയിൻ ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ മെയിൻലി എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർമേറ്റീവ് പ്ലെയിൻസ് അല്ലേ, മോണ്ടിസോറി എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ പീരീഡിനെ 4 സ്റ്റേജസ് ആക്കി അല്ലെങ്കിൽ 4 പീരീഡ് ആക്കി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നാണ് അറിയപ്പെടുന്നതെന്നും പറഞ്ഞു. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഇതാണ് ഫോർമേറ്റീവ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പീരീഡ് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് പീരീഡിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികളിൽ അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് പീരീഡിന്റെ പ്രത്യേകത എന്തായിരുന്നു സെക്കൻഡ് പീരീഡിൽ പറഞ്ഞത്? പേജ് നമ്പർ. നോളജ് നേടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. നോളജ് നേടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ക്യൂരിയസ് മൈൻഡ് ആണ് കുട്ടികളിലുള്ളത് അല്ലേ? ഇനി നമ്മൾ തേർഡ് പീരീഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് പീരീഡ്. ഓക്കെ, ഓക്കെ റിജോ, പേജ് നമ്പർ 13. തേർഡ് പീരീഡ് 12 to 18 years. സോറി, 14 ആണ് കേട്ടോ, 13 അല്ല 14. ഓക്കെ, എല്ലാവരുടെ കയ്യിലും PDF ഉണ്ടല്ലോ അല്ലെ? തേർഡ് പീരീഡ് ഏതാണ്? തേർഡ് പീരീഡ് ഏത് ഇയർ മുതലാണ് തേർഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 12 to 18 ഉള്ള കാലഘട്ടമാണ് തേർഡ് പീരീഡ് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഈ 4 പീരീഡിനെ അവർ എന്താണ് വിളിക്കുന്നത്? ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നാണ് വിളിക്കുന്നത്. ചൈൽഡ്ഹുഡ് ആയിട്ടും പിന്നെ എന്താണ് അഡൽട്ട്ഹുഡ്, ഇങ്ങനെ 2 സ്റ്റേജസ് ആക്കി മോണ്ടിസോറി ഈ കാലഘട്ടത്തിൽ തിരിച്ചിട്ടുണ്ട്. എഗെയിൻ അതിനെന്താണ് 4 പീരീഡ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തേർഡ് പീരീഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ തേർഡ് പീരീഡില് കുട്ടികൾ എങ്ങനെ അഡോളസെന്റ് ആയി അല്ലെ? ഈ അഡോളസെന്റ് കാലഘട്ടത്തില് മോണ്ടിസോറിയെ കുറിച്ച് അഭിപ്രായങ്ങൾ, ഈ അഡോളസെൻസിനെ കുറിച്ച്, ഈ കൗമാര ചെയ്തോളൂ. അപ്പൊ ഈ കുട്ടികളെ കുറിച്ച് ചില കണ്ടെത്തലുകൾ മോണ്ടിസോറി ഇവിടെ കുറിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തേർഡ് പീരീഡില് മോണ്ടിസോറി പറയുന്നത് കുട്ടികൾ എങ്ങനെയാണ്? അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത് സാധ്യതകളുടെ കാലഘട്ടമാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഈ 12 to 18 വരെയുള്ള ഈ കാലഘട്ടം എങ്ങനെയാണ്? സാധ്യതകളുടെ കാലഘട്ടമാണെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പീരീഡിൽ പഠിച്ചു കുട്ടികളുടെ എയിം എന്താണ്? ഫസ്റ്റ് പീരീഡിൽ അവരെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, അവരെ തന്നെ സെൽഫ് കൺസ്ട്രക്ട് ചെയ്യുക. അതായിരുന്നു ഫസ്റ്റ് പീരീഡിലെ
എന്ത് എയിം എന്ന് പറയുന്നത്. അതേ എയിം തന്നെയാണ് ഈ തേർഡ് പീരീഡിലും റിപ്പീറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് എന്താണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, സെൽഫ് കൺസ്ട്രക്ഷൻസ്. ഓക്കെ, അതാണ് ഈ തേർഡ് പീരീഡിലുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ഉള്ള ഒരു പീരീഡ് ആയിട്ടാണ് മോണ്ടിസോറി ഈ കാലഘട്ടത്തെ കണ്ടിരുന്നത്. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, ആത്മബോധമുള്ളവരായിരിക്കും, സെൽഫ് കോൺഷ്യസ് ഉള്ള കുട്ടികളായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അഡോളസൻസിന് എന്താ പ്രത്യേകത? സോഷ്യൽ ഓർഗനൈസേഷനിലും മറ്റാളുകളിലും താല്പര്യമുള്ളവരായിരിക്കും ഈ അഡോളസൻ സ്റ്റേജിലുള്ള കുട്ടികൾ. ഓക്കെ, എന്തൊക്കെയാണ് മോണ്ടിസോറി പറയുന്നത്? ഫസ്റ്റ് എന്തായിരുന്നു? ഈ അഡോളസൻ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പീരീഡ് എങ്ങനെയാണ്? പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ എയിം എന്താണ്? സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. കൂടാതെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, ഇത്തരം കുട്ടികൾ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, പിന്നെന്തായിരുന്നു? സോഷ്യൽ ഓർഗനൈസേഷനിലും മറ്റു ആളുകളിലും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കും. ഓക്കെ, സോഷ്യൽ ഓർഗനൈസേഷനിലും സാമൂഹിക സംഘടനകളിലും പിന്നെന്താണ് പുറത്തുള്ള വേൾഡിനെ കുറിച്ച് അറിയാനും എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഈ അഡോളസെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ അതിനുശേഷം കുറച്ച് കണ്ടെത്തലുകളുണ്ട്. അതെന്തൊക്കെയാണ്? ഈ അഡോളസെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, അവർക്ക് സ്വയം സെൽഫ് കൺസ്ട്രക്ഷൻ ആവശ്യമാണ്, സ്വയം അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പുറത്തുള്ള വേൾഡ് എന്താണെന്ന് അവർക്ക് അറിയേണ്ടതുണ്ട്. അതിന് അവർക്ക് എന്താണ് കാം ആൻഡ് സോളിറ്റ്യൂഡ്, ഓക്കെ, ശാന്തതയും ഏകാഗ്രതയും ആവശ്യമാണെന്ന് മോണ്ടിസോറി പറയുന്നു. ഓക്കെ, പുറത്തുള്ള വേൾഡിനെ തിരിച്ചറിയുന്നതിനും സ്വയം സെൽഫ് കൺസ്ട്രക്ഷനും വേണ്ടി ഈ അഡോളസെൻസിന് എങ്ങനെയാണ് കാം ആൻഡ് സോളിറ്റ്യൂഡ്, ഏകാന്തതയും ശാന്തതയും ആവശ്യമാണെന്ന് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നു. പിന്നെ ഇത്തരം കുട്ടികൾ ഈ അഡോളസൻസ് ഈ 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ എങ്ങനെയായിരിക്കും? ഡൗട്ടുകൾ അല്ലെ, ഡൗട്ട്സ് കൂടുതലായിരിക്കും, അവർക്ക് ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് കാര്യത്തിനും അവർക്ക് സംശയമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രോഗ്രാം ചെയ്യാനും ഹെസിറ്റേഷൻസ്, അവരുടെ ഉള്ളിലെ ഹെസിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഡിസ്കറേജസ് ആയിരിക്കും കുട്ടികൾ, നിരുത്സാഹമുള്ളവരായിരിക്കും, ഒരു കാര്യവും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടരായിരിക്കും ഈ കൂട്ടത്തിലുള്ളവര്. ഓക്കെ, അങ്ങനെയും ഒരു കണ്ടെത്തല് മോണ്ടിസോറി നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരം കുട്ടികൾ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എല്ലാ കാര്യത്തോടും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ കാര്യമായാലും കുട്ടികൾ എങ്ങനെയാണ്? സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സെൻസിറ്റീവ് ആയിട്ടായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ എന്തായിരിക്കും? അഷെയിംഡ്, ലജ്ജയുള്ള കുട്ടികളായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആത്മവിശ്വാസം കുറവുള്ള കുട്ടികളുമായിരിക്കും ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇതൊക്കെ മോണ്ടിസോറിയുടെ കണ്ടെത്തലുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്? ഈ 12 മുതൽ 18 വയസ്സിലുള്ള ഈ കാലഘട്ടത്തിലെ കുട്ടികൾ എങ്ങനെയുള്ളവരാണ്? ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സാധ്യതകളുള്ള കാലഘട്ടമാണ്. ഓക്കെ, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ കുട്ടികൾ എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളെ എങ്ങനെയാണെന്നാ പറയുന്നത്? എങ്ങനെയാ ദീപ്തി? എങ്ങനെയാണ്? ആത്മവിശ്വാസം കുറവുള്ളവരായിരിക്കും അല്ലെ, അഷെയിംഡ്, ലജ്ജ കൂടുതലായിരിക്കും, എല്ലാത്തിനോടും ഡൗട്ട് ആയിരിക്കും, ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? പുറത്തെ വേൾഡിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. ഓക്കെ, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? സെൻസിറ്റീവ് ആയിരിക്കും. ഇവർക്ക് ഈ പുറത്തുള്ള വേൾഡിനെ കുറിച്ച് അറിയാനായിട്ട് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാനായിട്ട് കാം ആൻഡ് കോൺസെൻട്രേഷൻ, കാം ആൻഡ് സോളിറ്റ്യൂഡ് അത്യാവശ്യമാണ്. അവർക്ക് എന്താണ്? ശാന്തതയും ഏകാഗ്രതയും അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? സെൻസിറ്റീവ് ആയിരിക്കും. ഈ കാലഘട്ടം എങ്ങനെയാണ്? സെൽഫ് കൺസ്ട്രക്ഷൻ ഉള്ള, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മോണ്ടിസോറി കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? തേർഡ് പീരീഡ്. അപ്പൊ മോണ്ടിസോറി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ അഡോളസൻ പീരീഡിലുള്ള ഈ കുട്ടികൾക്ക് വേണ്ടി മോണ്ടിസോറി ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ, ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മോണ്ടിസോറി പറയുന്നത്? ഏതൊക്കെയാണ് മോണ്ടിസോറി പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി
ഈ 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഈ കുട്ടികൾക്ക് വേണ്ടി മോണ്ടിസോറി ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഫസ്റ്റ് വൺ, നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നീഡ് ഫോർ ഇന്റലക്ച്വൽ. അപ്പൊ ഈ പ്രായത്തിലുള്ള ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഇന്റലക്ച്വൽ ടാസ്കുകളോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഇന്റലക്ച്വൽ ടാസ്കുകളോട് നല്ല രീതിയിൽ. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടതായിരിക്കണം? ഇന്റലക്ച്വൽ പരമായിട്ടുള്ള ഐഡിയാസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആയിരിക്കണം ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അത്തരം കാര്യത്തിനോട് എന്താണ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നവരാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ക്ലിയർ ആണോ? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാ? അവർക്ക് ഇന്റലക്ച്വൽ ഐഡിയാസുമായി ബന്ധപ്പെട്ട ഇന്റലക്ച്വലി ആയിട്ടുള്ള ടാസ്കുകളാണ് ഇത്തരം കുട്ടികൾക്ക് നൽകേണ്ടത്. അതിനോട് അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തിയിട്ടുണ്ട്. അവർ എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്? കൺസെപ്ച്വൽ ഐഡിയാസ്. ഓക്കെ, ഇത്തരം ഐഡിയാസ്, ഒരു ആശയം കിട്ടിയാൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇത്തരം കുട്ടികൾക്കുണ്ട്. ഒരാശയത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇത്തരം കുട്ടികൾക്കുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ കുട്ടികൾക്ക് നൽകേണ്ടത്. അതേപോലെ തന്നെ അവരൊരു ഏതൊരു കാര്യത്തിലും ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത് എന്തിന്റെ ബേസിലാണ്? എവിഡൻസിന്റെ ബേസിൽ മാത്രമായിരിക്കും ഇത്തരം കുട്ടികൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അതുകൂടാതെ മോറൽ ആയിട്ടും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് അത്തരം വിഷയങ്ങളിൽ ഡിസ്കഷന് അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ധാർമ്മികപരമായിട്ട് ഉള്ളതോ അല്ലെങ്കിൽ ആത്മീയപരമായ വിഷയങ്ങളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ക്ലിയർ ആണോ? അപ്പൊ എന്തിലൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? അവർക്ക് ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇന്റലക്ച്വൽ ടാസ്കുകളോട് അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു കൺസെപ്ച്വൽ ഐഡിയാസ്, അവർക്ക് ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇത്തരം കുട്ടികളിലുണ്ട്. അതേപോലെ തന്നെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഇഷ്യൂസുമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. ഓക്കെ, സെക്കൻഡ് ആണ് നീഡ് ഫോർ അക്കാഡമിക് നോളജ്. ഓക്കെ, അതേപോലെ തന്നെ ഈ അഡോളസൻസ് പീരീഡിൽ അക്കാഡമിക് നോളജിന്റെയും അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്റ്റഡി ക്രിയേറ്റീവ് സ്റ്റഡിയുടെയും ഇമ്പോർട്ടൻസും ബെനഫിറ്റും മോണ്ടിസോറി മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ഇന്റലക്ച്വൽ ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? അവർക്ക് അക്കാഡമിക് നോളജ് പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് ഐഡിയാസ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അവർക്ക് ഇത്തരം അക്കാഡമിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ശരിയായ രീതിയിലുള്ള ഒരു മെത്തഡോളജി ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം? ബ്രോഡ് ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം ഇത്തരം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? കുട്ടികൾക്ക് അക്കാഡമിക് നോളജിനോടൊപ്പം തന്നെ ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇന്റലക്ച്വൽ ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് എന്തായിരുന്നു? അക്കാഡമിക് നോളജിനോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. തേർഡ് വൺ എന്താണ്? നീഡ്സ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. എന്താണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ? ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്താണ്? യുണീക്ക് ആയിട്ട് എന്തെങ്കിലും സംതിങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഇമാജിനേഷൻ ഉപയോഗിക്കുന്നു. അതിനെയാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്.
അപ്പൊ മോണ്ടിസോറി എന്താണ്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ക്രിയാത്മകമായ ആവിഷ്കാരത്തിന്റെ ആവശ്യമുണ്ടെന്നും മോണ്ടിസോറി ഇത്തരം കുട്ടികളിൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മോണ്ടിസോറി പറയുന്നുണ്ട്. അതിനുവേണ്ടി അത്തരത്തിലുള്ള ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡ്രോയിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോറി ആയിക്കോട്ടെ, അവരുടെ സ്വന്തം ആ ഇമാജിനേഷൻ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് അവരെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇത്തരം സ്കില്ലുകളെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, അവരെ സ്വയം കണ്ടെത്തുന്നതിന് വേണ്ടി, ഓക്കെ, അവരെ സ്വയം തിരിച്ചറിയുന്നതിന് കൂടി വേണ്ടി എന്താണ് ഇത്തരം ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികൾ ഈ പ്രായത്തിൽ അഡോളസൻ സ്റ്റേജിലെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യും. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്തരം ഈ സിറ്റുവേഷൻ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പൊ ആ സാഹചര്യത്തിൽ അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണോ വേണ്ടത് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? തേർഡ് പോയിന്റിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആണോ? Then fourth point, interest in the exploration of reality. കൂടാതെ ഇത്തരം കുട്ടികൾക്ക് ഈ അഡോളസൻസിന് എന്താണ് റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ? റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച്, ഓക്കെ, ഫീൽഡ് സ്റ്റഡി ഒക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അഡോളസൻസിന് റിയാലിറ്റിയെ കുറിച്ചുള്ള റിസർച്ചിന് അവർ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ തേർഡ് പ്ലെയിൻ അല്ലേ, ഇത് തേർഡ് സ്റ്റേജ് അല്ലേ? ഇതിലെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത്, ഇതിലെ എയിം ആയിട്ട് പറയുന്നത് എന്താണ്? വാളറൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ്. വ്യക്തിത്വത്തിന്റെ മൂല്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളും സ്വഭാവങ്ങളുടെ മൂല്യവും തിരിച്ചറിയുക എന്നതാണ് ഈ തേർഡ് സ്റ്റേജിലെ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റേജിലെ എയിം എന്തായിരുന്നു? അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്തായിരുന്നു? അവർക്ക് നോളജ്, അവർ ഇൻഫോർമേഷൻസ്, നോളജ് നേടാനുള്ള എന്ത് മൈൻഡ് ആയിരുന്നു? ക്യൂരിയസ് മൈൻഡ്. ഈ ക്യൂരിയസ് മൈൻഡ് ആണ് കുട്ടികൾക്ക് നോളജ് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജിൽ ഇതിൽ പറയുന്ന എയിം എന്താണ്? വോളറൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ മൂല്യവൽക്കരണം, സ്വയം തിരിച്ചറിയുകയും സ്വന്തം സ്വഭാവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് അതിന്റെ മൂല്യം തിരിച്ചറിയുകയും ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ മോണ്ടിസോറി എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്? ഈ അഡോളസൻസിന് വേണ്ടി എഡ്യൂക്കേഷനിലെ ഏത് മെത്തേഡ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വേണ്ട എന്താണ്? നീഡ് ഫോർ ഇന്റലക്ച്വൽ. കുട്ടികൾക്ക് നമ്മൾ കുട്ടികളുടെ സ്വഭാവങ്ങൾ പഠിച്ചു, അഡോളസൻസിന്റെ പ്രത്യേകതകൾ, മോണ്ടിസോറിയുടെ കണ്ടെത്തലുകൾ പഠിച്ചു. എങ്ങനെയാണ്? എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? കുട്ടികൾക്ക് പെട്ടെന്ന് അഷെയിംഡ് ആവുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെ? ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൽ മോണ്ടിസോറി പറയുന്നത്. അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മോണ്ടിസോറി ഇതിൽ പറയുന്നത്. എന്തൊക്കെയാണത്? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്, അത്തരം കുട്ടികൾക്ക് വേണ്ടി ഇന്റലക്ച്വൽ ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ അക്കാഡമിക് നോളജ് പ്രൊവൈഡ് ചെയ്യണം. സ്റ്റഡി, ഓക്കെ, ക്രിയേറ്റീവ് സ്റ്റഡി എൻഹാൻസ് ചെയ്യേണ്ടതാണ്. ദെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവരുടെ ഇമാജിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെന്തായിരുന്നു? ആ കുട്ടികൾ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആണോ?
അപ്പൊ തേർഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് വിച്ച് ഈസ് ഫോർത്ത് പീരീഡ്. ഓക്കെ, ഫോർത്ത് പീരീഡ് അതിലെന്താ പറയുന്നത്? ഫോർത്ത് പീരീഡിന്റെ കാലഘട്ടം ഏതാണ്? 18 to 24 ഇയേഴ്സ്. ഓക്കെ, 18 മുതൽ 24 വയസ്സ് വരെയുള്ള പീരീഡ് ആണ് ഫോർത്ത് പീരീഡ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിൽ മോണ്ടിസോറി പറയുന്നു ഈ ഫോർത്ത് പീരീഡിലാകുമ്പോഴേക്കും ആ കുട്ടി അയാൾ എങ്ങനെയായിട്ട് മാറുന്നുണ്ട്? ഒരു യങ് മാൻ ആയിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ യങ് ലേഡി ആയിട്ട് മാറുന്നുണ്ട്. അവരെങ്ങനെയായിരിക്കും? സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും. ശക്തിയുള്ളവരും എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഫോർത്ത് പീരീഡിലോട്ട് വരുമ്പോൾ ആ വ്യക്തി, ആ കുട്ടി എന്നത് മാറി ഒരു യുവാവായി മാറി അല്ലെ? അവരെങ്ങനെയായിരിക്കും അപ്പോ? സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഒരു കുട്ടിയില് എല്ലാ മാറ്റങ്ങളും എങ്ങനെയാണ്? റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, മാസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഒരു കുട്ടിയിൽ സംഭവിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ. ഓർക്കുന്നുണ്ടോ? 0 to 6 എല്ലാ മാറ്റങ്ങളും എങ്ങനെയാണ്? പെട്ടെന്നാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് അല്ലേ? ഫ്രം ബർത്ത് മുതൽ 6 വയസ്സ് വരെ കുട്ടിക്ക് പലതരം മാറ്റങ്ങൾ, റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സെക്കൻഡ് പീരീഡ് ആയപ്പോ എന്ത് പറ്റി? എന്താ പറ്റിയത്? സെക്കൻഡ് പീരീഡ് ആയപ്പോ ചേഞ്ചസ് സംഭവിക്കുന്ന, ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയായി? ഒന്ന് കാമായി. ആ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒന്ന് പയ്യെന്തായി? ഡൗൺ ആയി അല്ലെ? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ്? ഫാസ്റ്റ് ആയിട്ടാണോ സംഭവിക്കുന്നത്? സ്ലോലി ആണ് സംഭവിക്കുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഫോർത്ത് പീരീഡിലും സംഭവിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ്? ഒരു കാമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, റാപ്പിഡ് ചേഞ്ച് അല്ല ഈ ഫോർത്ത് പീരീഡിൽ നടക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്ലോ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഈ ഫോർത്ത് പീരീഡിൽ നടക്കുന്നത്. അപ്പോ ഈ സെക്കൻഡ് സ്റ്റേജിൽ എന്താണോ സംഭവിച്ചത് അതേ മാറ്റങ്ങൾ, ആ രീതിയിലുള്ള സ്ലോ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഈ ഫോർത്ത് പീരീഡിൽ ഈ ആ യങ് മാന് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ കാലഘട്ടത്തിൽ ഈ ഫോർത്ത് പീരീഡിൽ അവർ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അല്ലേ? ഇത്രയും നാളും വീട്, സ്കൂള് അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നെന്തായി? അവർ നെക്സ്റ്റ് സ്റ്റേജിലോട്ട്, നെക്സ്റ്റ് ലെവലിലോട്ട് മാറുന്നുണ്ട് അല്ലേ? അവർക്ക് ജോലി കിട്ടുന്നു, അവർ പുറത്തു പോകുന്നു, ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഈ ആളുകൾ മാറുന്നുണ്ട്. റൈറ്റ് ആണോ? എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? ഈ ഫോർത്ത് പീരീഡിൽ അവര് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് മാറുന്നത്? വേരിയസ് ഫോംസ് ഓഫ് എൻഗേജ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ അല്ലെ? പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ട്, പലതരം പാർട്ടിസിപ്പേഷനിൽ അല്ലെ, എൻഗേജ്മെന്റിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെങ്ങനെയാണ് ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതിന് അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ഈ ഇന്ററാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നേടിയെടുത്ത എക്സ്പീരിയൻസും അവരുടെ ആക്ടിവിറ്റീസും ഇത്തരം ഇന്ററാക്ഷന്, സൊസൈറ്റിയുടെ ഭാഗമാകുന്നതിന് ഈ എക്സ്പീരിയൻസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പീരീഡ് ക്ലിയർ ആണോ? അപ്പോ എന്തൊക്കെയാണ് ഫോർത്ത് പീരീഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഈ ഫോർത്ത് പീരീഡിൽ ഒരു യങ് മാൻ എങ്ങനെയാണ്? സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ചേഞ്ചസ് എങ്ങനെയാണ്? സെക്കൻഡ് പീരീഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ്? ചേഞ്ചസ് സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? അവരെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ആക്ടിവിറ്റീസ് ഇതിന് ഈ സൊസൈറ്റിയുടെ ഭാഗമാകാൻ. അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയിരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? തേർഡ് സ്റ്റേജ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു തേർഡ് സ്റ്റേജിൽ മോണ്ടിസോറിയുടെ കണ്ടെത്തലുകൾ? എന്തായിരുന്നു സബീക്ക? എന്തൊക്കെ കണ്ടെത്തലുകളാണ് മോണ്ടിസോറി നടത്തിയത്? തേർഡ് സ്റ്റേജിൽ എത്തിയപ്പോ മോണ്ടിസോറിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? തേർഡ് സ്റ്റേജിൽ ഒരു ഓപ്പർച്യൂണിറ്റി പീരീഡ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി പീരീഡ്
പീരീഡ് ആയിട്ടാണ് മോണ്ടിസോറി കണക്കാക്കുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും. സെൽഫ് പിന്നെ കൺസ്ട്രക്ഷൻ ഉള്ള ഒരു പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റഡ് ആയിക്കാരം. ആ പിന്നെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. ആ പിന്നെ കോൺഷ്യസ് ആയിരിക്കും. പിന്നെ കാം ആൻഡ് സോളിറ്റ്യൂഡ് ഫോർ ദ സോഷ്യൽ ഓർഗനൈസേഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കവിത. ആൽഫ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ആൽഫ അവരുടെ സ്വഭാവത്തിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ തേർഡ് സ്റ്റേജിൽ അവരുടെ സ്വഭാവത്തിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ആ ഓക്കെ, പിന്നെ ഹെസിറ്റേഷൻസ് ഉണ്ടാവും. ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും, ഡൗട്ട്സ് ഉണ്ടായിരിക്കും, പിന്നെന്താണ്? ഡിസ്കറേജ് ആയിരിക്കും. ഓക്കെ, പിന്നെ ലജ്ജ, അഷെയിംഡ് ആയിരിക്കും. അഷെയിംഡ് ആയിരിക്കും, ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും. ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും. ഓക്കെ, സെൻസിറ്റീവ്. ആ അപ്പൊ മറ്റുള്ള വേൾഡിനെ കുറിച്ച് അറിയാനായിട്ട് ക്യൂരിയസ് ആയിരിക്കും ഇത്തരം അഡോളസൻസ് അല്ലേ? പുറത്തുള്ള ആളുകളെ കുറിച്ച് അറിയാനായിട്ട് ക്യൂരിയസ് ആയിരിക്കും. അപ്പൊ എങ്ങനെയുള്ള മൈൻഡ് വേണമെന്നാ പറയുന്നത്? അല്ല, എങ്ങനെയുള്ളവരായിരിക്കണം അഡോളസൻസ്? കാമാൻ എങ്ങനെയായിരുന്നു? സോളിറ്റ്യൂഡ്. കാമാൻ സോളിറ്റ്യൂഡ്, അതായത് എന്താണ്? ശാന്തതയും ഏകാഗ്രതയും കൂടി ചേർന്നതായിരിക്കണം അവരുടെ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മാത്രമാണ് പുറത്തുള്ള വേൾഡിനെ കുറിച്ചും സ്വയം തിരിച്ചറിയാനായിട്ടും കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഈ സ്വഭാവ സവിശേഷതകളുള്ള ഈ അഡോളസൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്? അതിലെന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. അത്തരം കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ടാസ്കുകളാണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയുള്ള ടാസ്കുകളാണ് ഇന്റലക്ച്വൽ ടാസ്ക്? മീൻസ് എന്തൊക്കെയാണ്? അവർക്ക് എന്തിലൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? ഓക്കെ, ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ട് ഡിസ്കഷന് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് അല്ലേ? ഓക്കെ, മോനിഷ കണ്ടിന്യൂ. മോനിഷ, എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? അവരുടെ ഇൻട്രസ്റ്റഡ് മേഖലകൾ ഏതൊക്കെയാണ്? അവർ ഐഡിയാസ് അവർ കൂടുതൽ ഫോം ചെയ്യാൻ നോക്കും. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈ സ്റ്റേജിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു കൺക്ലൂഷൻ, ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എവിഡൻസിന്റെ ബേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ കാര്യത്തിലാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? മോറൽ ആൻഡ് സ്പിരിച്വൽ. ഓക്കെ, സ്പിരിച്വൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇത്തരം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് നൽകേണ്ടത്. ക്ലിയർ ആണോ? ദ നീഡ് ഫോർ അക്കാഡമിക് നോളജ്, അതിലെന്തൊക്കെയാ പറയുന്നത്? നീഡ് ഫോർ അക്കാഡമിക് നോളജ്. ക്രിയേറ്റീവ് ഐഡിയാസ് എൻഹാൻസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്രിയേറ്റീവ് ഐഡിയാസ് എൻഹാൻസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ അക്കാഡമിക് നോളജും പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള അക്കാഡമിക് നോളജ് ആയിരിക്കണം? ബ്രോഡ് ആൻഡ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് നോളജ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദ നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇമാജിനേഷൻ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇമാജിനേഷൻ, അവരുടെ ഇമാജിനേഷൻ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക്? റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും കൂടുതലായിട്ട് കൊടുക്കേണ്ടതാണ്. എന്ന് പറയുന്നത് എന്താണ്? തേർഡ് സ്റ്റേജിലെ മെയിൻ എയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വാളറൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ മൂല്യവൽക്കരണം. സ്വയം തിരിച്ചറിയുകയും സ്വന്തം സ്വഭാവ സവിശേഷതകളെ തിരിച്ചറിയുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഫോർത്ത് പീരീഡിന്റെ പ്രത്യേകത എന്തായിരുന്നു?
ഫോർമേറ്റീവ് പ്ലെയിൻസിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫോർത്ത് പീരീഡ്. ഓക്കെ ഭാവന കണ്ടിന്യൂ. എന്തൊക്കെയാണ് ഫോർമേറ്റീവ് പ്ലെയിൻസിൽ ഫോർത്ത് സ്റ്റേജിന്റെ പ്രത്യേകതകള്? അവര് യങ് ആയിട്ട് വളരുന്നു, അതുപോലെ തന്നെ സ്ട്രോങ് സ്റ്റേബിളും ആയിരിക്കും. സ്ട്രോങ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. ഡെവലപ്മെന്റ് സ്ലോലി ആയിട്ടായിരിക്കും. റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് സ്ലോലി ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും. ചേഞ്ചസ് എല്ലാം എങ്ങനെയായിരിക്കും? സ്ലോ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പുറത്തുപോയി ജോലി അങ്ങനെ ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. അതിനവര് എക്സ്പീരിയൻസും ആക്ടിവിറ്റീസും ഒക്കെ ആ സൊസൈറ്റിയുടെ ഭാഗമാക്കാനായിട്ട് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആക്ടിവിറ്റീസും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ സൊസൈറ്റിയുടെ ഭാഗമാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ MCQ ഞാൻ തന്നേക്കാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആക്ഷൻ സോങ് ആരാണ്? അല്ലെങ്കിൽ റോൾ പ്ലേ? റോൾ പ്ലേ, ആക്ഷൻ സോങ് എല്ലാവരും കഴിഞ്ഞെന്ന് തോന്നുന്നു. ആക്ഷൻ സോങ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ലിൻഡ ഉണ്ടോ? യെസ് മാം. ലിൻഡ ആക്ഷൻ സോങ് ചെയ്തായിരുന്നോ? ആക്ഷൻ സോങ്ങും റോൾ പ്ലേയും ചെയ്തതാ. ഓക്കെ ഓക്കെ. മുബീന, ശരണ്യ, ഭാവന, രതി. ഇനി ആരെങ്കിലും ആക്ഷൻ സോങ് ചെയ്യാത്തവരുണ്ടോ? എല്ലാവരും ചെയ്തതാണ്. ഇനി റോൾ പ്ലേ. മോനിഷ റോൾ പ്ലേ ചെയ്ത? മോനിഷ ഓക്കെ ചെയ്തായിരുന്നു. ഓക്കെ, മോനിഷ ചെയ്തോ. റോൾ പ്ലേ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചെയ്തവരാണ്. ഇല്ല മാം, ചെയ്തിട്ടില്ല. ആരിഫ. ഓക്കെ, ആരിഫ ഏതാ ചെയ്യാത്ത? റോൾ പ്ലേ അല്ലേ? റോൾ പ്ലേ. ദെൻ ചെയ്തോളൂ. Characters: a woman, she and her friend. A man in village. He is complete drinking alcohol. He loved a woman. She does not know this. She loved him very much. Due to problems at home, she left her family and come down with him and got married. And so the days are passed. One day he came home drunk and beat her a bit. The days were getting longer. One day she meet her friend. She tells her everything. She, hi dear, how are you? Friend, I am fine. What about you? She, I am not fine. She's crying. Friend, what happened? Is there any problems? She, yes, my husband is a drinking person. She tells everything. Friend, and he's still the same condition? She, no. He had an accident and his leg went limp. So he stopped everything and started to love me and child like before. I am happy but also sad. Friend, everything will be fine and let's have a happy life. God bless you, dear. The friend said goodbye to her and left. അതിനൊരു തോട്ട്സ് പോലെ കൊടുത്തേ. സേ നോ ടു ആൽക്കഹോൾ. ആൽക്കഹോൾ ഡാമേജ് ഹാപ്പി ലൈഫ്. ഓക്കെ ആരിഫ, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഷീ എന്നൊക്കെ പറയില്ല, അപ്പൊ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ആരാ? മാം ഞാൻ ചെയ്യാം. പേരെന്താ? രാഖി. ഓക്കെ രാഖി. Hello everyone. Good evening. Today I am going to conduct a conversation between two friends about environment pollution. Character name is Peter and Sultan. Peter: Hello Sultan.
How are you? Sultan. Thanks. I am fine. And how are you? Teacher. I am all fine. Where are you going? Sultan. I am going to the mayor or requesting him to take necessary steps against environment pollution. Teacher. Environment pollution has become a big problem in our life. Sultan. You are right. True. Environment helps us to exist. We don't bother with it. We are polluting it indiscriminately. Teacher. People are not aware of it. They throw their waste here and there. Sultan. Mills and factories polluting the environment through their toxic chemicals. Teacher. Too much vehicles are polluting the air by smoke and fumes. Sultan. Super tankers and human wastes are responsible for water pollution. Teacher. Farmers use fertilizers and pesticides for crop production, but these chemicals get mixed with pond and river water. Sultan. Every day we use million tons of fuel for cooking other purposes. These are also responsible for pollution. Teacher. But രാഖി നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട് രാഖി. ഓക്കെ, ദെൻ വേറെ ആരാ? ഇതിലുള്ള ബാക്കി എല്ലാവരും ചെയ്തതാണോ? ആൻഡ്രിയ, മോനിഷ, നിസിയ, ലിൻഡ, ആരിഫ, ഭാവന റോൾ പ്ലേ ചെയ്തതായിരുന്നു എല്ലാവരും? ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഇത്തരം അഡോളസെൻസിന് ധാരാളം ആക്ടിവിറ്റീസ് അല്ലെ, ഇന്റലക്ച്വൽ വൈസ് ആയിട്ടുള്ള അതുപരമായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കണം. പിന്നെ എന്താണ് അക്കാഡമിക് നോളജ്, പിന്നെ ക്രിയേറ്റീവ് ഐഡിയാസ് എൻഹാൻസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. പിന്നെന്താണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവരുടെ ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. ഓക്കെ, ഇന്റലക്ച്വൽ ടാസ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ലിൻഡയുടെ ഒപ്പീനിയൻ പറയൂ. എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ലിൻഡ, ഭാവന, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ലിൻഡ പറയൂ, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഇന്റലക്ച്വൽ ടാസ്കുകൾ അല്ലെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? അതില് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ആ പോയിന്റിൽ തന്നെയുണ്ട്. ഭാവന പറയൂ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കാൻ കഴിയുന്നത്? നമ്മൾ ആലോചിക്കണം അഡോളസൻസ് ആണ് അല്ലെ, ചെറിയ കുട്ടികളല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അവർക്ക് ഡിസ്കഷൻസ് അല്ലേ, ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഡിസ്കഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. പിന്നെന്താണ്? പിന്നെ കൂടുതൽ ഇമാജിൻ ചെയ്ത് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇമാജിനേഷൻസ് ഇന്റലക്ച്വൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്റലക്ച്വൽ പരമായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഡിസ്കഷൻ കൊടുക്കാം. ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഐഡിയ കിട്ടിയാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇത്തരം ആളുകളിൽ കൂടുതലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡിസ്കഷൻ കൊടുക്കാം. ഒരു ആക്ടിവിറ്റി ആയിട്ട് ഡിസ്കഷൻ കൊടുക്കാം. അതേപോലെ പിന്നെ എന്തൊക്കെ കൊടുക്കാം?
ഡിബേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഡിബേറ്റിനുള്ള ഒരു ചാൻസ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഡിബേറ്റ്, ഡിസ്കഷൻ, പിന്നെന്താണ്, പിന്നെന്തൊക്കെ കൊടുക്കാം നിസിയ? സെമിനാർ. സെമിനാറുകൾ കൊടുക്കാം. ഓക്കെ, സെമിനാർ. ഓക്കെ, പിന്നെന്താണ്? ഇതുപോലെ റോൾ പ്ലേ ചെയ്യിക്കാം. റോൾ പ്ലേ ചെയ്യിക്കാം. ഓക്കെ. ദെൻ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് പസിൽസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ സാധാരണ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെയല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് പസിൽസുകൾ കൊടുക്കാവുന്നതാണ്. പിന്നെന്തൊക്കെയാണ്? എക്സ്പെരിമെന്റ്സ്. എന്തോ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്തൊക്കെ കൊടുക്കാം? മാത്തമാറ്റിക്കൽ ചാലഞ്ചസ് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്, അല്ലെ? അഡോളസെൻസിന് മാത്സുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ റീഡിങ് ആൻഡ് അനലൈസിങ് ലിറ്ററേച്ചർ. എന്താണ്? ഒരു ബുക്ക് റീഡ് ചെയ്തിട്ട് അതിന്റെ സമ്മറി എഴുതാനോ തീം എഴുതാനോ ഇതേപോലുള്ള ആക്ടിവിറ്റീസും കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ തീമിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ്, അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസും കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ്? ഡിബേറ്റ് കൊടുക്കാം, ഡിസ്കഷൻ കൊടുക്കാം, എക്സ്പെരിമെന്റ്സ് കൊടുക്കാം, പിന്നെന്തായിരുന്നു? കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് പസിൽസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്തായിരുന്നു? റീഡിങ് ആൻഡ് അനലൈസിങ് ലിറ്ററേച്ചർ, മാത്തമാറ്റിക്കൽ ചാലഞ്ചസുകൾ. ക്ലിയർ ആണല്ലോ? ദെൻ അവരുടെ ക്രിയേറ്റീവ് റൈറ്റിംഗിന് വേണ്ടി എന്തൊക്കെ കൊടുക്കാം? ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ശരണ്യ, ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? തനിയെ സ്റ്റോറി എഴുതാൻ, വെരി ഗുഡ്. സ്റ്റോറീസ് ബിൽഡ് ചെയ്യാനായിട്ട് പറയാം, അല്ലെ? സ്റ്റോറി തനിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. അതേപോലെ തന്നെ പോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അവരുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള നല്ലൊരു മീഡിയമാണ് സ്റ്റോറി ആൻഡ് പോംസ് എന്ന് പറയുന്നത്. പിന്നെന്തൊക്കെ കൊടുക്കാം? റോൾ പ്ലേ. എന്തോ? റോൾ പ്ലേ. റോൾ പ്ലേ. ഓക്കെ. ജേർണലിംഗ്. ജേർണലിംഗ് കൊടുക്കാം. ദെൻ ഒരു എസ്സേ, ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എസ്സേ എഴുതാൻ പറയാം, അല്ലേ? പിന്നെന്തൊക്കെയാണ്? ഡ്രോയിങ് ഡ്രോയിങ് കൊടുക്കാം. ഓക്കെ, ഡ്രോയിങ് കൊടുക്കാവുന്നതാണ്. പെയിന്റിംഗ്. പെയിന്റിംഗ്. ഓക്കെ. ക്രിട്ടിക്കൽ തിങ്കിങ് എക്സസൈസ് കൊടുക്കാം. ഓക്കെ, എന്താണ്? ഒരു ഇൻഫോർമേഷനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷനിൽ എത്തിച്ചേരാൻ കഴിയുന്ന അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് എക്സസൈസുകൾ കൊടുക്കാവുന്നതാണ്. പിന്നെന്തൊക്കെയാണ്? ദ നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവരുടെ ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ക്രിയേറ്റിവിറ്റി അല്ല, ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എല്ലാവരും പറയൂ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. സബീക്ക പറയൂ, എന്തൊക്കെയാണ് ഇത്തരം അവർക്ക് പെയിന്റിംഗ് ഒക്കെ കൊടുക്കാം. പെയിന്റ് ചെയ്യാൻ നമുക്കൊരു തീം കൊടുത്തിട്ട് ആ തീമിനനുസരിച്ച് ഇപ്പൊ ഒരു പെയിന്റ് ചെയ്യാൻ പറഞ്ഞാല് തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെയിന്റിങ്. ഓക്കെ, പിന്നെന്താണ്? ഒരു തീമിനെ ബേസ് ചെയ്ത് പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. തീമിനെ ബേസ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താണ്? എന്തോ? ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ.
ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഡ്രോയിങ്, പെയിന്റിങ്, ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങോ പെയിന്റിങ്ങോ അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്താണ് ഇമാജിനേഷൻ. മാത്തമാറ്റിക്സിലൊക്കെ സ്റ്റോറി പ്രോബ്ലംസ് ആക്കി കൊടുക്കാം. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കാം. ടീമിനെ ബേസ് ചെയ്ത് സ്റ്റോറി ഉണ്ടാക്കാം. വെരി ഗുഡ്, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം അല്ലേ? സ്റ്റോറി സ്വന്തമായിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, പിന്നെന്താണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറയാം. വെരി ഗുഡ്, ഷോർട്ട് ഫിലിംസ്. വെരി ഗുഡ്, ഷോർട്ട് ഫിലിംസ് മേക്ക് ചെയ്യാനായിട്ട് പറയാം. പിന്നെന്താണ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാം. ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം. ഡ്രാമാസ് ചെയ്യാം അല്ലെ? ഡ്രാമാസ് റൈറ്റ് ചെയ്യാം, എഴുതാം, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാം. ഓക്കെ, പിന്നെന്താണ് ലെറ്റേഴ്സ്, പിന്നെ ഡയറി ഒക്കെ പോലത്തെ മെമ്മറി. എന്തോ ക്ലിയർ ആയില്ലേ? ലെറ്റേഴ്സും പിന്നെ മറ്റേ ഡയറി ഒക്കെ പോലെ എഴുതൂലേ? ഓക്കെ 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 അങ്ങനെ ചെയ്യാം. പിന്നെന്തൊക്കെയാണ് ഫിലിം മേക്കിംഗ് പറ്റില്ലേ? ഇമാജിനേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നല്ലേ ഫിലിം മേക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം. അപ്പൊ ഇത്തരം മേഖലകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാവുന്നതാണ്, ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. പിന്നെന്താണ് ഗ്രാഫിക് ഡിസൈൻ. ഓക്കെ, അതിന് അവരുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യണ്ടേ? ഗ്രാഫിക് ഡിസൈനിന് അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ, പിന്നെന്തൊക്കെയാണ് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നസീല, ആർ യു ദേർ? നസീല, വേർഡ് കൊടുത്തിട്ട് പോയം ഉണ്ടാക്കാൻ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറയാം. പോയം എന്ത് കൊടുത്തിട്ട്? തീം കൊടുത്തിട്ടോ? രാഖി, തീം കൊടുത്തിട്ട് പോം എഴുതാനായിട്ട് അല്ലേ? ഓക്കെ, അത് ഇമാജിനേഷൻ വേണ്ടതാണ് അല്ലേ? സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറയാം. ഷോർട്ട് ഫിലിംസ്, ഫിലിം മേക്കിംഗ്, ഫോട്ടോഗ്രാഫി വേണം അല്ലേ? പിന്നെന്താണ് ഗ്രാഫിക് ഡിസൈൻസ്, ആനിമേഷൻസ്. അനിമേഷൻസ്. ഓക്കെ, അനിമേഷൻസ് പറ്റും. പിന്നെന്തൊക്കെയാണ് ഫാഷൻ ഡിസൈനിങ്. എന്തോ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കുഞ്ഞുങ്ങൾ ഈ നൂലൊക്കെ വെച്ച് ചെയ്യത്തുള്ളൂ. ഫാഷൻ ഡിസൈനിങ് നമ്മുടെ ഇമാജിനേഷൻ വേണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലേ മോഡലിംഗ്. ക്ലേ മോഡലിംഗ്. ഓക്കെ, ക്ലേ മോഡലിംഗ് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്? ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അല്ലേ? അഡോളസെന്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇമാജിനേഷനുമായി ബന്ധപ്പെട്ട്? എസ്സേ ഉണ്ടോ? എസ്സേ എസ് എഴുതാം അല്ലേ? എസ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആയിരുന്നു ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. റിയാലിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? റിയാലിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ് ഒരു വർക്ക്, ഒരു തീം തന്നിട്ട് അതിനെ നാടകം ആക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ ഓക്കെ ന്യൂസ് പേപ്പർ റീഡിംഗ് ചെയ്യിക്കാം. ന്യൂസ് പേപ്പർ റീഡിംഗ്. ഫീൽഡ് ട്രിപ്പുകൾ കൊടുക്കാവുന്നതാണ് അല്ലേ? നമ്മുടെ നേച്ചറിനെ ഹിസ്റ്ററി അറിയുന്നതിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഫീൽഡ് ട്രിപ്സ്. പിന്നെന്തൊക്കെയാണ് പറയൂ? സർവേ. ഓക്കെ, സർവേസ്. പിന്നെന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കഷൻസ്, ഡിബേറ്റ് ഒക്കെ കൊടുത്തൂടെ?
ഡിസ്കഷൻസ്, ഡിബേറ്റ് പറ്റുമോ? ഓക്കെ, ഭാവന പറയൂ. ഇന്റർവ്യൂ എന്തോ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഒക്കെ ചെയ്യാം. മാം, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെ ഇല്ലേ, അവരെയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ. അത്തരം ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സർവേസ്, നേരത്തെ പറഞ്ഞില്ലേ സർവേ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിഫറെന്റ് പേഴ്സൺസിന്റെ ഇന്റർവ്യൂസ് വാച്ച് ചെയ്യുന്നതിലൂടെ എന്താണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്സ്, പലതരം കാഴ്ചപ്പാടുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇല്ലേ? ഇന്റർവ്യൂസ് വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡോക്യുമെന്ററികൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ നേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേച്ചറുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററീസ് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെന്തൊക്കെ കൊടുക്കാം? അഡ്വർടൈസ്മെന്റ്. ഓക്കെ. ഫോട്ടോഗ്രാഫി കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഫോട്ടോഗ്രാഫി. വൈൽഡ് ഫോട്ടോഗ്രാഫി, അങ്ങനെ പലതരം ഫോട്ടോഗ്രാഫീസ് ഉണ്ട്. അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണോ? Yes, ma'am. ഓക്കെ, ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി നാച്ചുറൽ വേൾഡ് അല്ലെ, നമ്മുടെ നേച്ചറിന്റെ എന്താണ് ആ വേൾഡിന്റെ ഫോട്ടോഗ്രാഫീസ് എടുക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്? ആലോചിച്ച് നോക്ക്, വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഈ റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എക്സ്പെരിമെന്റുകൾ കൊടുക്കാം. വെരി ഗുഡ്, എക്സ്പെരിമെന്റുകൾ കൊടുക്കാൻ കഴിയുന്നതാണ്. വെരി ഗുഡ് ഭാവന, എക്സ്പെരിമെന്റുകൾ കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? ജേർണലിംഗ്, റൈറ്റ് ചെയ്യാനൊക്കെ കുട്ടികളോട് പറയാം. പ്രസന്റ് സൊസൈറ്റിയിൽ നടക്കുന്ന ഇൻസിഡൻസ് വെച്ചിട്ട് ഒരു ജേർണലിംഗ് റൈറ്റ് ചെയ്യാനായിട്ട് പറയാം. ഒരു കറണ്ട് സൊസൈറ്റി നടക്കുന്ന സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ജേർണലിംഗ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, സ്പോർട്സ് വരുമോ മാം? എന്തോ സ്പോർട്സ് വരുമോ? ക്ലിയർ ആയില്ല. പോസ്റ്റർ എന്നാണോ ആരിഫ് ഉദ്ദേശിച്ചത്? സ്പോർട്സ് ഇല്ലേ, ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനത്തെ. ഓക്കെ, അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്, ഈ അഡോളസെൻസിന് നമ്മൾ പറഞ്ഞ അവരുടെ സ്വഭാവം എങ്ങനെയാണ്? ഷൈ ആയിട്ടുള്ള കുട്ടികളാണ് അല്ലെ, ആത്മവിശ്വാസം കുറവുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഇത്തരത്തിലെ മോണ്ടിസോറി സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എന്താണ് ആക്ടിവിറ്റീസ് ആണ്, എഡ്യൂക്കേഷൻ മെത്തേഡ് ആണ് ഇത്തരം ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടതെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ ടോപ്പിക്കിൽ പഠിച്ചത്? ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റുമായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? എന്ത് കാര്യമാണ് ഫസ്റ്റ് പഠിച്ചത്? ശരണ്യ, ഹ്യൂമൻ ബേബീസിന്റെ ഡെവലപ്മെന്റും പിന്നെ ആനിമൽസിന്റെ ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഹ്യൂമൻ ബേബീസ് എങ്ങനെയാണ് അവർ ബർത്തിൽ നിന്നും ആ സ്റ്റേജസ് എങ്ങനെയാണ്? റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത് അല്ലെ. പലതരം എന്താണ് അച്ചീവ്മെന്റ്, മൈൽ സ്റ്റോൺസുകൾ അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കാൻ പഠിക്കുന്നുണ്ട്, നടക്കാൻ പഠിക്കുന്നുണ്ട് അല്ലെ. പലതരം അച്ചീവ്മെന്റ്സ് അവർ നേടുന്നുണ്ട്. പിന്നെന്തായിരുന്നു പഠിച്ചത്? ഇന്റേണൽ എയ്ഡ്സ് ഡെവലപ്മെന്റിന്റെ ഇന്റേണൽ എയ്ഡ്സ് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നത്? അതുമായി ബന്ധപ്പെട്ട ലോ ഓഫ് വർക്ക് എന്താണെന്ന് പഠിച്ചു. സെൻസിറ്റീവ് പീരീഡും അബ്സോർബിംഗ് മൈൻഡും. സെൻസിറ്റീവ് പീരീഡും അബ്സോർബിംഗ് മൈൻഡും പഠിച്ചു. എന്തായിരുന്നു സെൻസിറ്റീവ് പീരീഡ്? സെൻസിറ്റീവ് പീരീഡിന്റെ പ്രത്യേകത എന്താ? ഒരു നിശ്ചിത കാലഘട്ട കാര്യങ്ങളോട്
ഇഷ്ടം അതെന്താണ്, കൂടുതൽ കാര്യങ്ങള് കുട്ടികളെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഈ പീരീഡിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അബ്സോർബൻ മൈൻഡിന്റെ പ്രത്യേകത എന്താണ്? സറൗണ്ടിങ്സിലുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ ഒരു സ്പഞ്ച് പോലെ അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് മൈൻഡുമാണ്, ഈ രണ്ട് ഫാക്ടേഴ്സുമാണ് കുട്ടികളെ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെന്തായിരുന്നു? ലോ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ പ്രാധാന്യം പഠിച്ചല്ലേ? കുട്ടികള് സ്വതന്ത്രരായിരിക്കണം അല്ലെ? എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആ കഴിവ് നേടിയിരിക്കണം അല്ലേ? പിന്നെന്താണ്? കുട്ടികൾക്ക് എന്താണ് ഫ്രീഡം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെന്തൊക്കെ പഠിച്ചു? പിന്നെന്തായിരുന്നു? പവർ ഓഫ് അറ്റൻഷൻ. പവർ ഓഫ് അറ്റൻഷനിന്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. Then development of will. എന്തായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് വില്ലിൽ നമ്മൾ പഠിച്ചത്? എന്തോ റിപ്പീറ്റഡ് വർക്കിലൂടെ ആക്ടിവിറ്റീസ്. ഡെവലപ്മെന്റിന് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? Repetition, development of self-discipline, obedience. ആൻഡ് ഒബീഡിയൻസ് 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് പഠിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു? ക്രിയേറ്റീവ് ആവാൻ ഉള്ള 3 ക്വാളിറ്റീസ്: പവർ ഓഫ് അറ്റൻഷൻ, പവർ ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? പിന്നെ നമ്മൾ ഈ ഫോർമേറ്റീവ് പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചല്ലേ? മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്താണ്? എന്തായിരുന്നു ഫോർമേറ്റീവ് പ്ലെയിൻസ്? നമ്മൾ പഠിച്ചത് എന്താ ഫോർമേറ്റീവ് പ്ലെയിൻസ്? 4 പീരീഡുകള്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്. സ്റ്റേജ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആൻഡ് അഡൾട്ട്ഹുഡ് സ്റ്റേജ്. നമ്മൾ 4 പീരീഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഓരോ പീരീഡിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചല്ലേ? ഫസ്റ്റ് പീരീഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫാസ്റ്റ് ഡെവലപ്മെന്റ്. ഫാസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതുകൂടാതെ തന്നെ അവർക്ക് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഏതായിരുന്നു? അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡുമാണ് ഈ കാലയളവിൽ, ഈ പീരീഡിലെ കുട്ടികളെ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ സെക്കൻഡ് പീരീഡ്, സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് പീരീഡ്, ഫോർത്ത് സ്റ്റേജും പഠിച്ചു. ഓക്കെ, അപ്പൊ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. അപ്പൊ ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം കേട്ടോ. കാണിക്കാന്ന് പറഞ്ഞു. എന്തോ എന്തോ ക്രാഫ്റ്റ് കാണിക്കാന്ന്. സോറി, ദീപ്തി പേപ്പർ ക്രാഫ്റ്റ് അല്ലേ? ദീപ്തി പോയോ? ദീപ്തി പോയി തോന്നുന്നു. ദീപ്തി, ആർ യു ദേർ? ദീപ്തി ഇല്ലടാ, ദീപ്തി ലെഫ്റ്റ് ആയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ? താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.